ഇപ്പോൾ എയർപോർട്ടിൻ്റെ ലോഞ്ചിനാണുള്ളത്. നമുക്ക് ലോഞ്ച് ആക്സസ് കിട്ടി, കാർഡ് കൊടുത്തപ്പോൾ അവരെടുത്തു. അപ്പം ഫ്രീ ആയിട്ട് ഇവിടെ കയറി. ബ്യൂട്ടിഫുൾ വ്യൂ ഓവർ ഹിയർ. കാണിച്ചു തരാം മൊത്തത്തിൽ. കൃഷ്ണ ബാംഗ്ലൂർ പോണ വഴിക്ക് ഞങ്ങളുടെ ഫ്ലൈറ്റ് നൈസായിട്ടൊന്ന് റീഷെഡ്യൂളായി. അതുകൊണ്ട് ഞങ്ങളിവിടെ എയർപോർട്ട് ലോഞ്ചിൽ കയറി ഫുഡ് കഴിക്കുന്നു, ഡ്രിങ്ക്സ് കുടിക്കുന്നു, ഇവിടെ ചില്ല് ചെയ്യുന്നു. ബൈ ദ വേ ഏകദേശം ഒരു 3 o'clock ഒക്കെ ആവും നമ്മുടെ അടുത്ത ഫ്ലൈറ്റ് വരുമ്പം. അതുവരെ നമ്മളിവിടെ വെയിറ്റ്. അത് ബാറിലാണ്, ലോഞ്ച് ബാർ. സോ ദിസ് ഈസ് ദ പ്ലേസ്. So then we have a beautiful view over here. അപ്പോൾ ഗൈസ് ബസ് പോകുന്നു. കൊള്ളാം, പോളി സാധനം. ഇൻഡിഗോയുടെ ഒരു ഫ്ലൈറ്റ് കിടക്കുന്നുണ്ട്. നമ്മുടെ ഫ്ലൈറ്റിൻ്റെ ഒരു വിവരം പോലും ഇല്ല. എവിടെ പോയിന്ന് തമ്പുരാനറിയാം. ബാറിന്ന് വെളിയിലിറങ്ങുകയാണ്. നമുക്ക് ഏതെങ്കിലുമൊക്കെ സ്ഥലം കണ്ടുപിടിക്കാം. ലോഞ്ചിൽ നിന്ന് വെളിയിലിറങ്ങി. ഫ്ലൈറ്റിനെ കുറിച്ച് വിവരമൊന്നുമില്ല. ഇതിൽ കൂടെ തിണ്ടി നടക്കുന്നു. KFC ഉണ്ട്. കൊള്ളായിരുന്നു. മറ്റേ ക്യാഷിൻ്റെ ആയിരുന്നു ഫുഡ് ലോഞ്ചിൽ. അപ്പം വാസ് നൈസ്. 2 ചപ്പാത്തിയും ചിക്കൻ കറിയും മീനും കഴിച്ചു. നമ്മൾ ലോഞ്ചിൽ നിന്ന് ഇറങ്ങി ഗേറ്റിന് മുമ്പിലിരിക്കുകയാണ്. ഫ്ലൈറ്റിൻ്റെ അപ്ഡേറ്റ്സ് ഒന്നും ഇതുവരെയില്ല. ലെറ്റ്സ് വെയിറ്റ് ഓവർ ഹിയർ. നീണ്ട കാത്തിരിപ്പിന് ശേഷം ഫ്ലൈറ്റിന് ബോർഡിംഗ് ടൈമായിരിക്കുകയാണ് ഗൈസ്. ബോർഡ് ചെയ്ത് guys, this is our flight, so let's go. Guys, we reached Bangalore airport after 1.5 hours of flying time. We have reached airport. ഇനി നമ്മൾ ഇവിടുന്ന് ബാഗേജൊക്കെ കളക്ട് ചെയ്ത് റൂമിലേക്ക് പോകണം ഗൈസ്. ഇനി നമ്മൾ എയർപോർട്ടിൻ്റെ അടുത്ത് ഗൈസ്. ഇനി നമ്മൾ ബാഗേജ് ക്ലെയിമിങ്ങിന് പോകണം. സോ വിൽ ടേക്ക് അവർ ബാഗേജ് ഫസ്റ്റ്. ബാഗ് കിട്ടി ഗൈസ്. നമ്മൾ പോവുകയാണ്. ലെറ്റ്സ് ഗോ ഔട്ട്സൈഡ് ദി എയർപോർട്ട്. ഇവിടുന്ന് കുറച്ച് നടക്കാനുണ്ട്. അപ്പുറത്തേക്ക് ഇച്ചിരി ദൂരമുണ്ട്. എയർപോർട്ട് ഇച്ചിരി വലിയതാണ് ഗൈസ്. സോ പെട്ടിയൊക്കെ ഒന്നിക്കൊണ്ട് നമുക്ക് പയ്യെ നടക്കാം. ഓക്കെ, നടന്ന് എക്സിറ്റിലെത്തി. ഇനി നമുക്ക് എയർപോർട്ട് വെളിയിൽ പോയിട്ട് ബസ് എവിടെയാണെന്ന് തപ്പി കണ്ടുപിടിച്ച് വീട്ടിൽ പോകാം. നമ്മൾ വെളിയിലെത്തി. ദിസ് ഇസ് ബാംഗ്ലൂർ എയർപോർട്ട്. നമുക്ക് ബസ് കിടക്കുന്ന സ്ഥലം ഇവിടെ എങ്ങാണ്ടായിട്ടാണ്. അപ്പോൾ നമുക്കിനി അങ്ങോട്ടേക്ക് പയ്യെ നടന്ന് പോകാം. നടന്ന് പോകാം. ബസ് കയറിയിരിക്കുകയാണ് ഗൈസ്.
നമുക്ക് മടിവാട പോയിട്ട് ഇറങ്ങണം. നമ്മൾ ബസ് ഇറങ്ങി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുക റൂമിലേക്ക്. നടന്ന് അവിടെ എത്തണം. പകുതി വഴി എത്തുമ്പോഴത്തേക്കും വിഷ്ണു വിളിക്കാൻ വരാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് നോക്കാം വിഷ്ണു വരുമോ ഇല്ലയോ. അങ്ങനെ ഫൈനലി നമ്മൾ വാർനെറ്റിൻ്റെ കടയിലെത്തി. വിഷ്ണു പറ ഒരു ഹായ്. പറ ഒരു ഹായ്. സോ ഗൈസ്, അങ്ങനെ ഫൈനലി നമ്മൾ റൂമിൻ്റെ ടെറസിലെത്തി. ഇതാണ് നമ്മുടെ റൂമിൻ്റെ ടെറസ്. സോ അത്ര ഉണ്ടായിരുന്നു ഇന്നത്തെ സംഭവങ്ങൾ. പിന്നെ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.